യെസ്. ഇത് അഴിച്ചെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം കൂടുതലും ഈ പറയുന്ന പോലെ ഫ്യൂസുകളും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ചില വാഹനങ്ങൾക്ക് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത 15 എന്ന് എഴുതിയിരിക്കുന്ന ഫ്യൂസ് ചെയ്യാൻ നോക്കുക. ആ ഫ്യൂസിൽ ജസ്റ്റ് ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനത്തിൽ ഇതുപോലൊരു മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ചില സമയത്തെങ്കിലും ചിലർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇതിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സിഗരറ്റ് ലൈറ്ററിനകത്തോട്ട് ഈ മൊബൈൽ ചാർജർ കണക്ട് ചെയ്താൽ പോലും ഇത് ചാർജ് ആകത്തില്ല. അപ്പൊ അന്നേരം നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം എന്നാ, എന്ത് സംഭവിച്ചു, എന്റെ വാഹനത്തിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, പ്രശ്നമാണ്, നോക്കണം, അല്ലെങ്കിൽ ആ യൂണിറ്റിനെ കംപ്ലൈന്റ് വന്നു എന്നൊക്കെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു മൊബൈൽ ചാർജർ വർക്ക് ചെയ്യാതെ വരുന്ന സമയത്ത് ആദ്യം എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഈ മൊബൈൽ ചാർജർ ഒന്ന് ഊരി വേറെ ഏതെങ്കിലും ഒരു വാഹനത്തിൽ നിന്ന് കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വാഹനത്തിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ചാർജറിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ കേസ് ഇത് ആ വാഹനത്തിൽ കണക്ട് ചെയ്ത സമയത്ത് അത് വർക്കായി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൽ വർക്ക് ചെയ്യാതെ വരുമ്പോഴത്തേക്കും എന്തായിരിക്കും കാരണം? വളരെ സിമ്പിളാണ്. നമ്മുടെ വാഹനത്തിന്റെ ഫ്യൂസ് പോയിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഒരു യൂണിറ്റ് കണക്ട് ചെയ്യുന്നതിന്റെ ഫ്യൂസ് പോയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വാ, ഇപ്പം എന്റെ വാഹനത്തിൽ ഞാൻ ദേ ഇതിവിടെ കണക്ട് ചെയ്തു. ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കത്തണം. ഓക്കെ, ഞാൻ ദേ കീ ഇൻസേർട്ട് ചെയ്തു. ഇനി കീ ഓൺ ചെയ്തപ്പോൾ ദേ ഇവിടെ ഗ്രീൻ ലൈറ്റ് കാണിക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ലൈറ്റ് കത്തിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ വാഹനത്തിൽ ഫ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട് ഡ്രൈവർ സൈഡിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നമ്മുടെ ഹുഡിനകത്ത് നമുക്കൊരു മെയിൻ ഫ്യൂസ് കേസ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാ, ഇതാണ് നമ്മുടെ മെയിൻ ഫ്യൂസിന്റെ കേസ് വരുന്നത്. കാരണം ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ഫ്യൂസ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ ഫോഗ് ലാമ്പ്, ഇഗ്നീഷൻ, കംപ്രസർ, ഹെഡ്ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടൈപ്പ് ആക്സസറീസിന്റെ ഫ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ വാഹനത്തിനകത്ത് തന്നെ. ആക്സസറീസ് ACC എന്ന് പറയുന്ന ഫ്യൂസ് ആയിരിക്കും പോയിരിക്കുന്നത്. ആ ഫ്യൂസ് പോകുമ്പോഴാണ് സാധാരണ ഇങ്ങനെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ മൊബൈൽ ചാർജർ വർക്ക് ചെയ്യാതെ വരുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫ്യൂസ് പുള്ളർ ഒന്ന് ഊരിയെടുക്കുക. പല വാഹനത്തിനും പല രീതിയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വാഹനത്തിന്റെ രീതി ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ കൂടുതലും ഈ പറയുന്ന പോലെ ഫ്യൂസുകളും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ചില വാഹനങ്ങൾക്ക് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഈ സെലീറിയോ വാഹനത്തിന്റെ റൈറ്റ് സൈഡിലാണ്, എന്നാൽ ചില വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഫ്യൂസ് കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കതേ നോക്കാം. ഇതിലെ നേരെ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്യൂസ് കാണാൻ സാധിക്കും. ഇവിടെ മേളിൽ വരുന്ന ഈ ഒരു കവറിങ് ആയിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കാണുന്ന കവർ നമുക്ക് ഇങ്ങനെ അഴിച്ചെടുക്കാം. യെസ്. ഇത് അഴിച്ചെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിനകത്ത് ACC എവിടെയാന്ന് നോക്കണം. കണ്ടോ, ACC 15. ഈ ACC 15 നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അഴിച്ചു നോക്കി കഴിഞ്ഞാൽ ACC 15 പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് റീപ്ലേസ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ആ ഫ്യൂസിന്റെ ഇത് കൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം. കണ്ടോ, ഇവിടെ പല കളറിലുള്ള ഫ്യൂസസ് നമുക്ക് കാണാം. ഇതിൽ ഏറ്റവും ടോപ്പിൽ 15 എന്ന് എഴുതിയിരിക്കുന്ന ഫ്യൂസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ആ 15 എന്നുള്ള ഫ്യൂസ് ഞാൻ എങ്ങനെ ഊരുന്നത് കാണിച്ചു തരാം. ആ താഴത്തെ 15 എന്ന് എഴുതിയിരിക്കുന്ന ഫ്യൂസ് ചെയ്യാൻ നോക്കുക. ആ ഫ്യൂസിൽ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്യൂസ് ഊരിയെടുക്കാം. എന്നിട്ട് വേറെ പുതിയൊരു ഫ്യൂസ് എടുക്കുക, അതുപോലെ തന്നെ തിരിച്ച് ഇൻസേർട്ട് ചെയ്യുക. യെസ്, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയും സിമ്പിൾ ആണ് ഈ പരിപാടി. അങ്ങനെ ഫ്യൂസ് മാറി കഴിയുമ്പോഴത്തേക്ക് ആ പ്രോബ്ലം തീരുന്നതായിരിക്കും. ഇൻ കേസ് വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു കേസാണ്. ഇൻ കേസ് ആ ഫ്യൂസ് മാറിയതിന് ശേഷം ഈ പറയുന്ന പോലെ ആ യൂണിറ്റ് വർക്ക് ചെയ്യാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഫ്യൂസിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. ഇൻ കേസ് നിങ്ങൾ നോക്കിയ സമയത്ത് ആ ഫ്യൂസിന് പ്രശ്നം ഉണ്ടായിരുന്നു, ഫ്യൂസ് മാറി എന്നിട്ടും അത് വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അതിൽ ഏറ്റവും നല്ലത് ഷോറൂമിൽ കൊണ്ട് കൊടുക്കുക. അവരെ കൊണ്ട് ചെക്ക് ചെയ്ത് വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് കാണിക്കുന്നുണ്ടോ ഇല്ലെന്ന് കൺഫേം ആക്കുക. ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം പിന്നെ ഫ്യൂസ് മാറാവുള്ളൂ.